ഹായ്, അനുഭവമുള്ളവർക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റും. ഞാനിപ്പോൾ ഉള്ളത് ഡോക്ടർ ബാസിൽ ഹോമിയോ ഹോസ്പിറ്റലാണ്. എൻ്റെ കൂടെയുള്ളത് വിശദമായാണ്. നമ്മുടെ ഇന്നത്തെ കാലത്ത് ഷുഗർ ഒരുപാട് പേർക്ക് ഉണ്ടല്ലോ. പക്ഷെ ഷുഗർ ഉള്ളത് കൊണ്ട് ലൈഫ് എൻജോയ് ചെയ്യാതെ പോകുന്ന ഒരുപാട് കപ്പിൾസ് ഉണ്ട്. കഴിഞ്ഞ ദിവസം എൻ്റെ ഫ്രണ്ട് എന്നോട് പറഞ്ഞാണ് 16 വർഷമായി കല്യാണം കഴിഞ്ഞിട്ടും അവർക്കിടയിൽ അങ്ങനത്തെ ഒരു സംഭവമേ ഉണ്ടായിട്ടില്ല. കാരണം ഹസ്ബൻഡിന് ഹൈ ഷുഗറാണ്. അപ്പൊ അതുകൊണ്ട് മാത്രം ലൈഫ് എൻജോയ് ചെയ്യുന്നില്ല, മാത്രമല്ല അവള് വീട്ടിൽ ആരോടും ഷെയർ ചെയ്തിട്ടുമില്ല. ഇപ്പം മാഡം പറഞ്ഞ പോലെ എന്താ വെച്ചാൽ ഷുഗർ ഈ സെക്ഷൽ ലൈഫിനെ നന്നായിട്ട് ബാധിക്കാറുണ്ട്. കാരണം നമുക്കെപ്പോഴും ഷുഗറിനെ പറ്റി കേൾക്കാൻ വെച്ചാൽ ഷുഗർ ഒന്നെങ്കിൽ മുറിവ് ഉണങ്ങാതിരിക്കുക, അല്ലെങ്കിൽ ഭയങ്കര ക്ഷീണം. ഷുഗർ ഉണ്ടെങ്കിൽ മുറി ഉണങ്ങൂലെന്ന് അതെ അതെ, പണ്ട് നമ്മളൊരു നാട്ടിൻപുറത്തൊക്കെ ഉള്ള ഒരു സംസാരം എന്താ വെച്ചാൽ മുറിവ് ഉണങ്ങില്ല, അല്ലെങ്കിൽ ഭയങ്കര ക്ഷീണമായിരിക്കും, ഒരുപാട് തവണ മൂത്രം ഒഴിക്കാൻ പോവുക. ഇതൊക്കെയാണ് നമ്മൾ ജസ്റ്റ് ഒരു സിംറ്റായിട്ട് പറയാറുള്ളത്. ഇതെന്ന് പറഞ്ഞാൽ ഷുഗർ നമ്മുടെ എല്ലാ അവയവങ്ങളെയും ബാധിക്കാറുണ്ട്. നല്ല കൺട്രോൾ അല്ലാത്ത ഷുഗർ ലെവൽ വരുമ്പോൾ നമ്മുടെ ശരീരത്തിലെ എല്ലാ ഭാഗത്തും ബാധിക്കും. നമ്മുടെ കണ്ണിനാണെങ്കിലും അതുപോലെ കിഡ്നിക്കാണെങ്കിലും പലപ്പോഴും കേട്ടിട്ടുണ്ടാവും ഷുഗർ വന്നിട്ട് കിഡ്നി ഡയാലിസിസ് ആയി എന്നുള്ളത്. അപ്പോൾ കിഡ്നി നമ്മുടെ എല്ലാ ഞരമ്പുകൾക്കൊക്കെ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാറുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ സെക്ഷൽ ഓർഗൻസിന്, അതായത് ലൈംഗിക ഓർഗൻസിലേക്കും ഇതുപോലെ എന്താ വെച്ചാൽ രക്തോട്ട കുറവുണ്ടാവുക. അതോടൊപ്പം തന്നെ ഈ ഷുഗർ നമ്മുടെ നാഡികളെയൊക്കെ ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കുക. ന്യൂറോപ്പതി എന്ന് പറയും. നാഡികളിലൊക്കെ കൂടുതലായിട്ടുള്ള ഷുഗർ ഉണ്ടാകുമ്പോൾ നാഡികൾക്കൊക്കെ എഫക്റ്റ് ചെയ്യുമ്പോഴും ഇതുപോലെ ബുദ്ധിമുട്ടുണ്ടാവും. അപ്പോൾ നമ്മുടെ ഈ നാഡികൾക്കൊക്കെ ബുദ്ധിമുട്ടുണ്ടാകുമ്പോൾ നമ്മുടെ സെക്ഷൽ ഓർഗൻസിലും ഇതുപോലെ രക്തോട്ടക്കുറവ് ഉണ്ടാകുമ്പോൾ ഇതുപോലെ സെക്ഷൽ ഡിസ്ഫങ്ഷൻ എന്ന് പറയും. വേറെ പുരുഷന്മാരിലും അതുപോലെ തന്നെ സ്ത്രീകളിലും ഉണ്ടാവും കേട്ടോ ഇത്തരത്തില്. തീർച്ചയായിട്ടും. പലപ്പോഴും എന്താ വെച്ചാൽ നമ്മളിത് സ്ത്രീകളുടെ ഒരു കാര്യം എപ്പോഴും നെഗ്ലക്റ്റ് ആയിരിക്കും. പുരുഷന്മാരുടെ പ്രശ്നങ്ങൾ മാത്രമേ നമ്മുടെ പുരുഷന്മാർക്ക് മാത്രമേ നമ്മൾ അതെ അതെ. ഇപ്പൊ നമ്മുടെയൊക്കെ ഒരു വീടുകളിൽ കോമൺ ആയിട്ട് ആളുകൾ ചോദിക്കുന്നത് ചായ കൊടുക്കുമ്പോൾ തന്നെ നമ്മളൊരു ഗസ്റ്റ്നെസ് വിത്തൗട്ട് എന്നുള്ള രീതിയിലാണ് നമ്മളാണെങ്കിലും ചോദിക്കുക. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ പുരുഷന്മാരെ പോലെ തന്നെ സ്ത്രീകളിലും ഇന്ന് ഷുഗർ നന്നായിട്ടുണ്ട്. അവരിലും ഇത്തരത്തിൽ ഈ സെക്ഷലി റിലേറ്റഡ് ആയിട്ടുള്ള ബുദ്ധിമുട്ടുകൾ നന്നായിട്ടുണ്ടാവാറുണ്ട്. പുരുഷന്മാരെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഇതിൽ പ്രധാനമായിട്ട് കാണാം ഉദാഹരണക്കുറവ്, ഇറക്ടൈൽ ഡിസ്ഫങ്ഷൻ എന്ന് പറയുന്ന ഒരു ഇത്. ഷുഗർ ഉണ്ടാകുമ്പോൾ തുടക്കത്തിൽ തന്നെ ഇല്ല, കൺട്രോൾ അല്ലാത്ത ഷുഗർ. ഒരുപാട് കാലം ഷുഗർ തീരെ കൺട്രോളിൽ വരാതിരിക്കുക. കാരണം പലപ്പോഴും ആളുകൾക്ക് ഒരു ചിന്ത ഉണ്ട് നമ്മുടെ നാട്ടിലൊക്കെ, എന്താ വെച്ചാൽ ഞാൻ ഷുഗറിന് മരുന്ന് കഴിക്കുന്നുണ്ട്, ഡയറ്റൊന്നും വേണ്ട, ശ്രദ്ധിക്കില്ല, അതുപോലെ എക്സസൈസ് ചെയ്യില്ല. കാരണം മരുന്ന് കഴിച്ചാൽ എനിക്ക് ഭക്ഷണം കഴിക്കാം എന്നുള്ള ഒരു ആറ്റിറ്റ്യൂഡാണ് നമ്മുടെ ജനങ്ങളുടെ ഇടയിൽ പൊതുവെ, അല്ലേ? കേട്ടിട്ടില്ല. അപ്പം ഇങ്ങനെ കൺട്രോൾ അല്ലാത്ത ഒരു ഷുഗർ ലെവൽ വരുന്ന സമയത്ത് നമ്മുടെ ഓരോ ഓർഗൻസിലേക്ക് അവയവത്തിലേക്കുള്ള രക്തോട്ടങ്ങളൊക്കെ ഇങ്ങനെ കുറഞ്ഞു വരും. അപ്പം അതുപോലെ നമ്മുടെ ഈ ഉദാഹരണത്തിന് വരുന്നത് ലിംഗത്തിലേക്കുള്ള രക്തോട്ടം കുറഞ്ഞു വരുന്നത് മൂലം ഉദാഹരണ പ്രശ്നം ഇറക്ടൈൽ ഡിസ്ഫങ്ഷൻ ഉണ്ടാവും. അതുപോലെ പെട്ടെന്ന് സ്ഖലനം സംഭവിക്കുന്ന ഒരവസ്ഥ ഉണ്ടാവും. പിന്നെ സെക്സിനോട് തീരെ താല്പര്യമില്ലാത്ത, ഇപ്പം മാഡം പറയണ്ടായല്ലോ മാഡത്തിൻ്റെ ഒരു ഫ്രണ്ടിന് ഒരു ഇഷ്യൂ ഉണ്ടായിരുന്നത്. അവരിലും ഇത്തരത്തിൽ ഷുഗർ കൺട്രോൾ അല്ലാതെ വന്നപ്പം ഇത്തരത്തിൽ സെക്ഷലി ഇൻട്രസ്റ്റ് ഇല്ലാത്ത ഒരവസ്ഥ. തുടക്കത്തിലെ ഈ പ്രശ്നം വരുമോ, അതോ അവർക്ക് ഷുഗർ ഉള്ളതുകൊണ്ട് അവർക്ക് ഒന്നിനും ആവില്ല എന്ന് പറഞ്ഞു? അല്ല, ഇതെന്താ വെച്ചാൽ ആദ്യമൊക്കെ ഇവരിൽ ലാക്ക് ഓഫ് ഇൻട്രസ്റ്റ് ഉണ്ടാവും. അത് ആരും പറയില്ല. കാരണം എന്താ വെച്ചാൽ താല്പര്യമില്ലായ്മ എന്നുള്ളൊരു അവസ്ഥ ഉണ്ടാവും. പിന്നീട് അവർക്ക് ഉദാഹരണം ഇല്ലാത്തൊരവസ്ഥയൊക്കെ ഉണ്ടാവും. പിന്നെ 1-2 തവണ ഇത് ശ്രമിക്കുമ്പോൾ തന്നെ പെട്ടെന്ന് ഇജാക്കുലേഷൻ, ശീഘ്രസ്ഖലനം എന്നുള്ളൊരു അവസ്ഥയൊക്കെ ഉണ്ടാകുമ്പോൾ അവർക്കൊരു കോൺഫിഡൻസ് ലാക്കിങ്ങും ഉണ്ടാവും. കാരണം എന്താ വെച്ചാൽ ഈവൻ ഞാൻ ഈ ഒരു പ്രവൃത്തിക്ക് അറ്റംപ്റ്റ് ചെയ്താൽ പെട്ടെന്ന് സ്ഖലനം സംഭവിക്കുന്നത് കൊണ്ട് തന്നെ അവരൊരു കോൺഫിഡൻസും ഇല്ലാത്തൊരവസ്ഥ വരും. അപ്പോൾ ഇതൊക്കെ കൊണ്ട് തന്നെ എന്താ വെച്ചാൽ പലപ്പോഴും അവരിങ്ങനെ ഇതിന്നൊരു വിട്ട് നിൽക്കൽ തുടങ്ങും. അപ്പം എന്താ വെച്ചാൽ സ്വാഭാവികം ആദ്യത്തെ ലെവലിലൊന്നും ഉണ്ടാവില്ല, ക്രമേണ ഇത് കൺട്രോൾ അല്ലെങ്കിൽ ഇത്തരത്തിലൊക്കെ ഉണ്ടാവും. അതുപോലെ തന്നെ എന്താ വെച്ചാൽ അവരിൽ ഈ പെനിസിൻ്റെ മുകളിൽ വിള്ളലുകളൊക്കെ വരാറുണ്ട്. ഷുഗർ കൺട്രോൾ അല്ലെങ്കിൽ നമ്മുടെ ലിംഗത്തിൻ്റെ അഗ്രഭാഗങ്ങളിൽ വിള്ളലുകളൊക്കെ ഉണ്ടാവും. ഇത് പലപ്പോഴും നമ്മളെടുത്ത് പോലും എത്താറ് എന്താ വെച്ചാൽ അവർ ഷുഗർ ഉണ്ടെന്ന് അവർക്ക് പോലും അറിയണ്ടാവില്ല. ഈ ലിംഗത്തിൻ്റെ അഗ്രഭാഗത്ത് മുറിവുകൾ അല്ലെങ്കിൽ ക്രാക്കുകളൊക്കെ വീണിട്ട് അത് കൺസൾട്ടേഷന് വരുമ്പോൾ നമ്മൾ അവരുടെ അടുത്ത് ചെക്ക് ചെയ്യാൻ പറയുമ്പോഴായിരിക്കും അവർ പോലും അറിയുണ്ടാവുക ഇത് അതുകൊണ്ടാണ് വന്നത് എന്ന്. അപ്പോൾ അത്രയും ബുദ്ധിമുട്ടുകളാണ് പുരുഷന്മാരെ സംബന്ധിച്ച് കൂടുതലുണ്ടാവുക. പാരമ്പര്യം ഒരു ഫാക്റ്റാണ്. ഷുഗറിന് ഒരു പാരമ്പര്യം ഒരു പ്രധാന ഘടകമാണ്. അതുപോലെ നമ്മുടെ ലൈഫ് സ്റ്റൈല്, ഇന്നത്തെ നമ്മളെ ലൈഫ് സ്റ്റൈൽ ഒരു ഇമ്പോർട്ടൻ്റ് ആണ്. ലാക്ക് ഓഫ് എക്സസൈസ്, പിന്നെ മെൻ്റൽ സ്ട്രെസ്സുകൾ, ഉറക്കം പ്രോപ്പർ അല്ലാത്തത്. ഇന്നിപ്പോൾ ഏതൊരു വ്യക്തിയാണെങ്കിലും എന്താ വെച്ചാൽ കിടക്കുമ്പം ഫോൺ നോക്കി ഒരുപാട് സമയം, സ്ക്രീൻ ടൈമൊക്കെ നന്നായിട്ട് ഇൻക്രീസ് ചെയ്യുന്ന സമയമാണ്. അപ്പം അതൊക്കെ ഒരു റീസണാണ്. ഇനി അതുപോലെ നമ്മൾ പറയുകയാണെങ്കിൽ സ്ത്രീകളുടെ കാര്യം കൂടെ പറയണമല്ലോ. ഇപ്പോൾ പുരുഷന്മാരുടെ കാര്യം നമ്മൾ പറയുമ്പോൾ സ്ത്രീകളെ പറ്റി പറയുകയാണെങ്കിൽ സ്ത്രീകളിലും ഇത്തരത്തിൽ ഷുഗർ ഉണ്ടെങ്കിൽ ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാറുണ്ട്. പലപ്പോഴും നമ്മൾ അതേ പറഞ്ഞിട്ടുണ്ടായിരുന്നു, പല വീഡിയോസുകളിലും നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടൊരു കാര്യമാണ് സ്ത്രീകളിൽ മെനോപോസൊക്കെ ആകുമ്പം
കുറച്ച് ലാക്ക് ഓഫ് ഇൻട്രസ്റ്റ് ഒക്കെ ഉണ്ടാവും. പക്ഷേ ഷുഗറുള്ള ഒരു വ്യക്തികളിലാണെങ്കിൽ, ഒരു സ്ത്രീ ആണെങ്കിൽ അവരിൽ ഇത് വളരെ കൂടുതലായിരിക്കും, ഈ ലാക്ക് ഓഫ് ഇൻട്രസ്റ്റ്. ഷുഗർ സാധാരണ സ്ത്രീകളിൽ എത്ര പ്രായം മുതലാണ് കാണിക്കുക? ഷുഗറും അത് ഞാൻ പറഞ്ഞില്ല, ഒരു പാരമ്പര്യം ഒരു പ്രധാന ഘടകം. അതൊക്കെ ഉള്ളവർക്ക് നേരത്തെ ഉണ്ടാവാം. ഒരു ജസ്റ്റേഷണൽ ഡയബറ്റീസ്, അതായത് നമുക്ക് പ്രഗ്നൻസിയിലൊക്കെ ഒരു പ്രമേഹമൊക്കെ വന്നിട്ടുള്ള വ്യക്തികളാണെങ്കിൽ അവരിൽ ഇത് നേരത്തെ വരാനുള്ള ചാൻസ് ഉണ്ട്. പിന്നെ ലൈഫ് സ്റ്റൈല്, PCOD ഒക്കെ നേരത്തെ ഉള്ള വ്യക്തികളാണെങ്കിലും അവരിൽ ഇത് വരാനുള്ള പോസിബിലിറ്റി വളരെ കൂടുതലാണ്. അപ്പോൾ PCOD ഒക്കെ നേരത്തെ നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ, കണ്ടുപിടിച്ചിട്ടുണ്ടെങ്കിൽ അനുസരിച്ച് ഭക്ഷണ രീതികളൊക്കെ ക്രമപ്പെടുത്തുക. അതുപോലെ BMI, നമ്മുടെ ബോഡിയുടെ വെയിറ്റ് മെയിൻറ്റെയിൻ ചെയ്യാനൊക്കെ ശ്രദ്ധിക്കണം. അങ്ങനെയൊക്കെ ഇല്ലാതെ നമ്മൾ തീരെ കൺട്രോൾ അല്ലാത്തൊരു സ്റ്റൈലിലേക്കൊക്കെ പോവുകയാണെങ്കിൽ വളരെ ചെറുപ്പത്തിൽ തന്നെ ഒരു 30+ ഒക്കെ ആകുമ്പോഴേക്കും ഷുഗർ വരാനുള്ള പോസിബിലിറ്റി. ഈ പാരമ്പര്യമായിട്ട് ഷുഗർ ഉള്ളവർക്ക് അതിന് മുമ്പായിട്ട് തന്നെ നമുക്ക് കെയർ ചെയ്യാനോ ഹോമിയോപ്പതിയിൽ എങ്ങനെ മെഡിസിൻ? ഹോമിയോപ്പതി മെഡിസിൻസ് ഉണ്ട്. അതോടൊപ്പം തന്നെ അവർക്ക് എന്താ വെച്ചാൽ അവർക്ക് ഒരു അറിയാലോ, പാരമ്പര്യമായിട്ട് നേരത്തെ വളരെ നേരത്തെ വരുന്ന ഒരു വ്യക്തികളാണെങ്കിൽ അവർ അതിനനുസരിച്ചിട്ട് ലൈഫ് സ്റ്റൈൽ നന്നായിട്ട് മോഡിഫൈ ചെയ്യുക, കൃത്യമായിട്ട് എക്സസൈസ് ചെയ്യുക, ഡയറ്റിലും അതുപോലെ തന്നെ ഇടയ്ക്കിടയ്ക്ക് ഇത് മോണിറ്റർ ചെയ്യും വേണം ഷുഗർ ലെവലുകൾ. കാരണം ഫാമിലി ഹിസ്റ്ററി ഉള്ളതുകൊണ്ട് അവരിത് വരാനുള്ള പോസിബിലിറ്റി കൂടുതലാണ്. പിന്നെ എന്തെങ്കിലും സിംറ്റംസ് ഒക്കെ ഉണ്ടെങ്കിൽ അതും നോട്ടീസ് ചെയ്യാവുന്നതാണ്. ഇനി ഈ സ്ത്രീകളെ സംബന്ധിച്ചിട്ട് പറയുകയാണെങ്കിൽ, സ്ത്രീകൾ ഇതിൽ കൂടുതൽ ഒന്ന് ലാക്ക് ഓഫ് ഇൻട്രസ്റ്റ് ആണ്. ഒട്ടും ഇൻട്രസ്റ്റ് ഇല്ലാത്തൊരവസ്ഥ പുരുഷന്മാരെ പോലെ തന്നെ സ്ത്രീകളിലുണ്ടാവും. അതുപോലെ തന്നെയാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്, സ്ത്രീകളിൽ വജൈനൽ ഇൻഫെക്ഷൻസ് ഉണ്ടാവും. വെള്ളപ്പോക്ക് എന്ന് നമ്മുടെ നാട്ടിൽ കോമൺ ആയിട്ട് പറയുന്ന അതെ അസ്ഥിയുരുക്കം ഉള്ളവർക്ക്, ഈ അസ്ഥിയുരുക്കം എന്ന് നമ്മുടെ നാട്ടിൽ പറയുന്ന ഈ ഒരു കണ്ടീഷൻ പ്രമേഹമുള്ള ആളുകളിൽ കാൻഡിഡിയൽ ഇൻഫെക്ഷൻസ് ആയിട്ടാണ് വരിക. കാരണം കട്ട തൈര് പോലെയൊക്കെ വജൈനയിൽ നിന്ന് ഡിസ്ചാർജ് ആയിട്ട് വരിക. അതോടൊപ്പം ചൊറിച്ചിലും ഉണ്ടാവും. അപ്പം ഇത് ഷുഗറുള്ള വ്യക്തികൾ കൃത്യമായിട്ട് മോണിറ്റർ ചെയ്യേണ്ടതാണ്. അതുപോലെ തന്നെ അവരിൽ എന്താ വെച്ചാൽ ഡിസ്പെരൂണിയ എന്നുള്ളൊരു കണ്ടീഷനുണ്ട്. കാരണം എന്താ വെച്ചാൽ അവർക്ക് ഡ്രൈനെസ് ആവും. സെക്ഷലി ബന്ധപ്പെടുന്ന സമയത്ത് അവർക്കൊരു ലൂബ്രിക്കേഷൻ ഒന്നും ഉണ്ടാവില്ല. പൊതുവേ സെക്ഷൽ ഡ്രൈ ആയിരിക്കും. ഈ ഡ്രൈ ആവണതുകൊണ്ട് കൊണ്ട് തന്നെ എന്താ വെച്ചാൽ അവർക്ക് അവിടെ ക്രാക്സുകൾ അല്ലെങ്കിൽ പെയിൻ ഒക്കെ വരും. ബന്ധപ്പെടുന്ന അതെ. അപ്പോൾ ഈ ഒരു ബുദ്ധിമുട്ടുകളൊക്കെ അവരിൽ കാണിക്കും. അപ്പോൾ സ്ത്രീകൾക്കും ഷുഗർ സംബന്ധിച്ചിട്ട് സെക്ഷലി റിലേറ്റഡ് ആയിട്ടുള്ള ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഉണ്ടാവാറുണ്ട്. ഇതൊക്കെ നമ്മൾ ഷുഗർ കൊണ്ടാണ് എന്ന് കണ്ടെത്തിയിട്ട് തന്നെ അതിനനുസരിച്ചിട്ട് ട്രീറ്റ്മെൻറ്റ് എടുക്കേണ്ടതാണ്. അപ്പൊ മാം, നമ്മൾ ഈ കുടുംബത്തില് ഒരു ഷുഗർ ഉണ്ട് എന്ന് അറിഞ്ഞാൽ, ഇപ്പൊ ചെറുപ്പക്കാരായിട്ടുള്ള ആളുകൾ, ഇപ്പൊ സ്ത്രീകളിലാണ് പുരുഷന്മാർ ഏറ്റവും കൂടുതൽ ഷുഗർ? കൂടുതൽ നമ്മൾ അറിയപ്പെടുന്നത് പുരുഷന്മാരിലാണ്, പക്ഷെ സ്ത്രീകളിലും കുറവൊന്നുമല്ല. അപ്പൊ നമ്മൾ ഈ കുടുംബത്തിൽ ഉണ്ട് എന്ന് അറിഞ്ഞാല്, ഇപ്പൊ തുടക്കത്തിൽ തന്നെ ഇപ്പൊ ലൈഫ് ഒരു 18-20 വയസ്സ് മുതൽ തന്നെ ഇപ്പൊ കാണുന്നുണ്ടല്ലോ ഷുഗർ. അപ്പൊ എന്തെല്ലാം കെയർ നമ്മൾ ശ്രദ്ധിക്കണം? ഏറ്റവും ഇമ്പോർട്ടൻ്റ് എന്താ വെച്ചാൽ വ്യക്തമായിട്ട് വ്യായാമം ചെയ്യുക എന്നുള്ളത്. നമ്മുടെ ശരീരത്തിൻ്റെ ബോഡി വെയ്റ്റിനനുസരിച്ചിട്ട് BMI മെയിൻറ്റെയിൻ ചെയ്യുക. പിന്നെ നമ്മുടെ ഫാസ്റ്റ് ഫുഡ് രീതികളൊക്കെ ഒന്ന് ഒഴിവാക്കിയിട്ട് ഡയറ്റൊക്കെ വളരെ മിതമായിട്ടുള്ള ഡയറ്റിലേക്ക് മെയിൻറ്റെയിൻ ചെയ്യുക. പിന്നെ ഇത്തരത്തിൽ ഫാമിലി ഹിസ്റ്ററി ഒക്കെ ഉണ്ടെങ്കിൽ ഇടയ്ക്ക് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുന്നത് വളരെ നല്ലതാണ്. അതിനനുസരിച്ച് പിന്നെ പ്രോപ്പറായിട്ടുള്ള നമ്മുടെ ഉറക്കം ഒരു ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മുടെ ഓവർ സ്ട്രെസ്സ്, കാരണം ഇന്ന് എല്ലാവർക്കും ബിസിയാണ്, എല്ലാവരും സ്ട്രെസ്ഡാണ്. അപ്പോൾ ഈ ഓവറായിട്ടുള്ള ടെൻഷൻസും സ്ട്രെസ്സൊക്കെ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് യോഗ, മെഡിറ്റേഷൻ പോലെയുള്ളതൊക്കെ ചെയ്യാവുന്നതാണ്. അപ്പോൾ നമ്മുടെ ഒരു ബാലൻസിങ് ആയിട്ടുള്ള ഒരു ബോഡി മെയിൻറ്റെയിൻ ചെയ്യുക. നമ്മുടെ ഡയറ്റിനകത്ത് അതുപോലെ പഴങ്ങൾ, പച്ചക്കറികളൊക്കെ നല്ല സമീകൃതമായിട്ടുള്ള ആഹാരങ്ങൾ കഴിക്കുക എന്നുള്ളത്. ഇനി ഈ സെക്ഷലി റിലേറ്റഡ് ആയിട്ടുള്ള ബുദ്ധിമുട്ടുകൾ കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഭക്ഷണത്തിൽ ചില കാര്യങ്ങൾ ഇവർക്ക് ഉൾപ്പെടുത്തുക. ഈ ഷുഗറൊക്കെ ഉള്ള വ്യക്തികളാണെങ്കിൽ അവർക്ക് എന്താ വെച്ചാൽ നട്ട്സുകൾ, നമ്മുടെ വാൾനട്ട്, ബദാം ഒക്കെ ഇത്തരത്തിൽ സെക്ഷൽ വീക്ക്നെസ്സിന് നല്ലതാണ്. അതുപോലെ തന്നെയാണ് നമ്മുടെ വാട്ടർ മെലോൺ എന്ന് പറയുന്നത്. ഈ വാട്ടർ മെലോണിനെ പൊതുവേ ആളുകൾ പറയാറ് എന്താ വെച്ചാൽ നാച്ചുറൽ വയാഗ്ര എന്നാണ്. വയാഗ്ര നമുക്കെല്ലാവരും അതെ വയാഗ്ര നമുക്കൊക്കെ വളരെ ഫെമിലിയർ ആയിരിക്കും പലപ്പോഴും ആളുകൾ. അതെ. അപ്പോൾ നാച്ചുറലി നമുക്ക് ഈ വയാഗ്രനെ പോലെ ആക്ട് ചെയ്യുന്ന ഒരു സാധനമാണ് നമ്മുടെ വാട്ടർ മെലൺ, തണ്ണിമത്തൻ എന്ന് പറയുന്നത്. അപ്പോൾ ഈ തണ്ണിമത്തനൊക്കെ എന്താ വെച്ചാൽ ഈ സെക്ഷലി ബുദ്ധിമുട്ടുള്ള ആളുകൾക്കൊക്കെ കഴിക്കാം. പക്ഷേ ഷുഗറുള്ള വ്യക്തികളാണെങ്കിൽ അവരുടെ ആ ഷുഗർ ലെവൽ നോക്കിയിട്ട് വേണം കഴിക്കണം. നട്ട്സുകൾ കഴിക്കുക കേട്ടോ അവർക്ക്, കാരണം അതൊക്കെ ഇതിനെ നല്ല രീതിയിൽ ബൂസ്റ്റ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നു. നമ്മൾ ഈ ഷുഗറൊക്കെ വരുന്നതിന് മുമ്പ് തന്നെ ഇങ്ങനത്തെ പെട്ടെന്നുള്ള സ്ഖലനം അങ്ങനത്തെ എന്തെങ്കിലും ലക്ഷണങ്ങളൊക്കെ കാണിക്കുമോ? ഈ പെട്ടെന്നുള്ള സ്ഖലനം വരാൻ വേറെ ഒരുപാട് റീസൺ ഉണ്ട്. ഷുഗർ അതിലൊരു 1 ഓഫ് ദ റീസൺ മാത്രമാണ്. വേറെയും ഒരുപാട് റീസൺസ് ഉണ്ട്. ഓവറായിട്ട് മാസ്റ്റുർബേഷൻ ഹിസ്റ്ററി ഉള്ള വ്യക്തികളിലൊക്കെ ഇത് കൂടുതലായിട്ട് കാണാറുണ്ട്, പെട്ടെന്ന് സ്ഖലനം സംഭവിക്കുന്ന ഒരവസ്ഥ. അതുപോലെ തന്നെ ചിലപ്പം ഭയങ്കര ആൻറ്റിസിപ്പേറ്ററി ആങ്സൈറ്റി, ഉള്ളിലൊരു ആങ്സൈറ്റി ഉള്ള വ്യക്തികളിൽ പലപ്പോഴും ഇതുണ്ടാവാറുണ്ട്. പ്രിമച്ചർ ഇജാക്കുലേഷൻ, പെട്ടെന്നുള്ള സ്ഖലനം ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട്. അപ്പം ഇതൊരു 1 ഓഫ് ദ റീസൺ, ഒരു റീസൺ മാത്രമാണ് ഡയബറ്റിക് ആയിട്ടുള്ള വ്യക്തികളിൽ. പക്ഷേ ഇങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ പോലും നമുക്ക് എന്താ വെച്ചാൽ ചില എക്സസൈസുകളുണ്ട്, കീഗൽ എക്സസൈസ് എന്ന് പറയുന്നത്, നമ്മുടെ പെൽവിക് മസിൽസിനെ സ്ട്രെങ്തൻ ചെയ്യുന്ന എക്സസൈസ്. അതൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ തന്നെ നല്ല ഡിഫറൻസുകൾ വരും. ഉദാഹരണ പ്രശ്നങ്ങളും അതുപോലെ തന്നെ പെട്ടെന്നുള്ള സ്കലിനൊക്കെ നല്ല രീതിയിൽ വ്യത്യാസം വരും ഈ കീഗൽ എക്സസൈസുകളൊക്കെ ചെയ്താൽ.
ഇപ്പൊ ഈ ദാമ്പത്യ ബന്ധത്തില് ഷുഗർ ഉണ്ട് എന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ കപ്പിൾസ് എന്തെല്ലാം മുൻകരുതലുകൾ എടുക്കാം, അല്ലെ എന്തെല്ലാം രീതിയിൽ നമുക്ക് കെയർ ചെയ്യാം? ഞാൻ ചോദിച്ചാൽ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം എന്ന് വെച്ചാൽ ഈ ഷുഗർ ഉള്ളത് കൊണ്ട് തന്നെ ഇത്തരത്തിൽ ഈ ദാമ്പത്യ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ പലപ്പോഴും ഈ കപ്പിൾസ് ഒന്നുകിൽ അവർ ഒരുമിച്ച് കിടക്കുന്നതിന് പകരം തന്നെ സെപ്പറേറ്റ്ലി മാറി കിടക്കുക, അല്ലെങ്കിൽ അവർ തമ്മിലൊരു പേഴ്സണൽ ഇൻറ്റിമസി ലാക്കിങ് ഉണ്ടാവും പല ഫാമിലിയിൽ. അപ്പോൾ ആദ്യം ഫസ്റ്റായിട്ട് അവോയ്ഡ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നല്ലൊരു രീതിയിൽ നമ്മുടെ പാർട്ട്ണറായിട്ട് നല്ല ഇൻറ്റിമസി ആവുക, അവരോട് പറയുക എനിക്ക് ഇത്തരത്തിലുള്ള ഇഷ്യൂസുകളുണ്ട്, അപ്പോൾ ഞാൻ നിൻ്റെ അടുത്തുനിന്ന് ഒരു പൂർണ്ണ സപ്പോർട്ട് വേണം, അല്ലെങ്കിൽ തിരിച്ചായാലും ഇപ്പോൾ വൈഫിനാണ് ഇത്തരത്തിൽ ഇഷ്യൂസ് എങ്കിൽ പാർട്ട്ണറുടെ പറയുക ഇങ്ങനെയൊക്കെയാണ് പ്രശ്നങ്ങൾ, അപ്പോൾ എനിക്കതിനൊരു എന്താണ് ഒരു സൊല്യൂഷൻ, അല്ലെങ്കിൽ അവർക്ക് രണ്ടാൾക്കും കൂടെ പൂർണ്ണമായിട്ട് ഡിസൈഡ് ചെയ്യാൻ പറ്റുന്ന കാര്യമാണ്, ഡിസ്കസ് ചെയ്യാവുന്നതാണ്. അപ്പം അത് തന്നെ ഒരു സപ്പോർട്ടാണ്, അതൊരു ഇമ്പോർട്ടൻ്റ് ആണ്. പലപ്പോഴും ഇവർക്ക് ഈ ഇത്തരത്തിലൊരു ആത്മവിശ്വാസക്കുറവുണ്ടാവും, ഈ പെട്ടെന്ന് അതെ പെട്ടെന്ന് സ്കാലിനൊക്കെ സംഭവിക്കുന്നുണ്ട്. അപ്പം അതും അതേ ഇത് പ്രോപ്പറായിട്ടുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ ഉണ്ടെങ്കിൽ അതൊക്കെ ഒരു നല്ല രീതിയിൽ മാറ്റാൻ സാധിക്കും. പിന്നെ അതേ പറയണ്ടായല്ലോ എന്താ വെച്ചാൽ എക്സസൈസുകൾ, ഇപ്പോൾ ഒരു ഏജൊക്കെ കഴിഞ്ഞിട്ടുള്ളൊരു വ്യക്തികളാണെങ്കിൽ പലപ്പോഴും എന്താ വെച്ചാൽ ഒന്ന് ഗ്രാൻഡ് മദറൊക്കെ ആയിട്ടുണ്ടെങ്കിൽ അവരൊരു വേറെ സ്ഥലത്തും അല്ലെങ്കിൽ ഹസ്ബൻഡ് വേറെ സ്ഥലത്തൊക്കെ ആയിരിക്കും. അതിൽ എന്താ വെച്ചാൽ അവർ രണ്ടാളും കൂടെ ഒരുമിച്ച് ഇതാക്കുക, എക്സസൈസുകളൊക്കെ അവർ തമ്മിൽ ഒരുമിച്ച് നടക്കുക, ഒന്ന് വൈകുന്നേരങ്ങളിൽ ഒരുമിച്ച് നടക്കാൻ പോവുക, ഇതൊക്കെ അവരുടെ ഒരു മെൻ്റൽ റിലേഷൻ നല്ല രീതിയിൽ ഇമ്പ്രൂവ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യും. അതുപോലെ തന്നെ ഇത്തരത്തിലുള്ള സെക്ഷൽ ലൈഫുകളും ഇമ്പ്രൂവ് ചെയ്യാൻ സഹായിക്കും. എപ്പോഴും നമ്മുടെ ദാമ്പത്യം എന്ന് പറയുന്നത് സെക്ഷലി ഇൻ്റർകോഴ്സ് മാത്രമല്ല, ഒന്ന് നമ്മൾ ഹഗ് ചെയ്യുക, പരസ്പരം തുടർന്ന് സംസാരിക്കുക, ഇതൊക്കെ നമ്മുടെ ദാമ്പത്യത്തിന്റെ ഓരോ ഘട്ടങ്ങളാണ്. അതെ 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 കമ്മ്യൂണിക്കേഷൻ ആണല്ലോ എപ്പോഴും ദാമ്പത്യത്തിൽ വേണ്ടത്. അപ്പോൾ ഈ ഷുഗർ ഉണ്ടെങ്കിൽ പോലും എന്താ വെച്ചാൽ അവരുടെ ഡയറ്റ് ഒന്ന് ശ്രദ്ധിക്കാവുന്നതാണ്. അതുപോലെ എക്സസൈസ്, സ്ട്രെസ്സ് കുറയ്ക്കാൻ വേണ്ടിയിട്ട് യോഗ, മെഡിറ്റേഷനൊക്കെ ശ്രദ്ധിക്കുക. അതുതന്നെ ഉറക്കം പ്രോപ്പറായിട്ട് 7 to 8 hours നല്ല രീതിയിൽ ഉറങ്ങുക എന്നുള്ളത്. അവർക്ക് ഉറക്കം കൂടുതലാന്നുള്ളൊരു പരാതി പൊതുവെ, പ്രത്യേകിച്ചും ഷുഗർ ഉള്ള പാർട്ട്ണർ ആണെന്നുണ്ടെങ്കിൽ അവർക്ക് എപ്പോഴും ഉറക്കമാണ്, അല്ലെങ്കിൽ എന്തിനെങ്കിലും രാത്രിയാണെങ്കിൽ ഒരുമിച്ച് കിടക്കാൻ വരൂല. അതിന്റെ ഒരു പ്രധാന ലക്ഷണം എന്താ വെച്ചാൽ അൺകൺട്രോൾ ആയിട്ടുള്ള ഷുഗർ ലെവൽ വരുമ്പോഴാണ് ക്ഷീണം വരിക. എപ്പോഴും ക്ഷീണം എന്നുള്ളൊരവസ്ഥ നമ്മൾ ആദ്യം പറഞ്ഞിട്ട് പണ്ട് മുതലേ നാട്ടിൽ പറയുന്ന ഒരു സംഭവമാണ് ക്ഷീണം എന്നുള്ളത്. അപ്പോൾ എപ്പോഴും ഷുഗറിന്റെ ലെവൽ മോണിറ്റർ ചെയ്യുക. ഇവർക്ക് ഡോക്ടറെ കാണിക്കണം എന്ന് ആഗ്രഹമില്ല, കാണിക്കാൻ പോകുന്നില്ല. ഒന്നാമത് എന്താ വെച്ചാല് മാഡം പറഞ്ഞ പോലെ, ഒന്നാമത് എന്താ വെച്ചാൽ ഇത്തരത്തിലുള്ള നമ്മുടെ ഒരു രാജ്യത്തുള്ള ഒരു നാട്ടിലുള്ള ഒരു സ്റ്റിഗ്മയാണ് ഈ സെക്ഷലി റിലേറ്റഡ് ആയിട്ടുള്ള അസുഖങ്ങൾ ഡോക്ടറെ അടുത്ത് പോയി പറയാൻ പറ്റില്ല, അല്ലെങ്കിൽ മറ്റൊരാൾ അറിഞ്ഞാൽ ഇതൊരു നാണക്കേടാണ്. ഇത് എങ്ങനെയാണ്? എന്നാൽ ഇത് ട്രീറ്റ്മെന്റ് എടുക്കാത്തതുകൊണ്ട് തന്നെ പലപ്പോഴും ദാമ്പത്യങ്ങൾ വളരെ മോശമാവാറുണ്ട്. കുടുംബം തന്നെ പലപ്പോഴും ഒന്നുകിൽ എക്സ്ട്രാ മറൈറ്റൽ റിലേഷൻഷിപ്പിലേക്കൊക്കെ പോകും, വേറൊരു റിലേഷനിലേക്കൊക്കെ പോകുന്ന ഒരുപാട് കപ്പിൾസിന് നമ്മൾ കാണാറുണ്ട്. അപ്പോൾ ഇത്തരത്തിലൊരു ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാകുമ്പോൾ കൃത്യമായിട്ട് ഇതിന് ട്രീറ്റ്മെൻറ്റ് ഉണ്ട്. നമ്മുടെ ഹോമിയോപ്പതിയിലും ഇതിന് നല്ലൊരു ട്രീറ്റ്മെൻറ്റ് ഉണ്ട്. അതുപോലെ തന്നെ ഇനി നിങ്ങൾ ഇത്തരത്തിലൊരു ബുദ്ധിമുട്ടുണ്ടെങ്കിൽ കൃത്യമായിട്ടുള്ള ഒരു ഡോക്ടറുടെ അഡ്വൈസ് പ്രകാരം മരുന്ന് കഴിക്കാൻ ഏറ്റവും ബെസ്റ്റ്. നമുക്കറിയാം ഈ സെക്ഷലി ബുദ്ധിമുട്ടുള്ള ആളുകളൊക്കെ എന്ന് വെച്ചാൽ ഡോക്ടറെ കാണിക്കാനോ അല്ലെങ്കിൽ പുറത്തൊന്നും പറയാതെ പലപ്പോഴും മെഡിക്കൽ ഷോപ്പുകളിൽ നിന്ന് ഒരുപാട് മെഡിസിൻസ്, സ്പ്രേകൾ ഇങ്ങനെയൊക്കെ ഉപയോഗിക്കാറ്. ഇങ്ങനത്തെ സംഭവങ്ങൾ, അതുപോലെ ഗൾഫിൽ നിന്ന് എന്തോ ഒരു അങ്ങനത്തെ ഒരു സംഭവം. അതെ അതെ, ഒരു മെയിൻ ഫോക്കസ് ചെയ്യാ ഇങ്ങനത്തെ ആളുകൾക്ക് ആയിരിക്കും, പക്ഷെ അവര് ശരിക്കും ട്രീറ്റ് ചെയ്യൂല എന്തുകൊണ്ട് എന്നുള്ള ചോദ്യത്തിന്. പക്ഷെ ഇതിന് വേറെ പ്രശ്നമുണ്ട്, അങ്ങനത്തെ യൂസ് ചെയ്തവർക്ക് പിന്നെ അത് ഇല്ലാതെ മുന്നോട്ട് പോകുന്നില്ല എന്നുള്ള. അല്ല, ഇതൊക്കെ എന്താ വെച്ചാൽ ഒരു കുറച്ച് ഡ്യൂറേഷൻ ചിലപ്പോൾ ഒരു സാറ്റിസ്ഫാക്ഷൻ അവർക്ക് കിട്ടാറുണ്ട്. പക്ഷെ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർക്ക് ഉള്ള ഉദാഹരണമോ അല്ലെങ്കിൽ പെട്ടെന്നുള്ള സ്കലനത്തിന്റെ അളവൊക്കെ കൂടുതലായിട്ട് വരും. അപ്പോൾ എപ്പോഴും എന്താ വെച്ചാൽ ഒരു ഇത്തരത്തിൽ ഷുഗർ കൊണ്ടാണോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും റീസൺ കൊണ്ടാണോ എന്തുകൊണ്ട് ഇത് വരുന്നു എന്ന് കണ്ടെത്തിയിട്ട് ട്രീറ്റ്മെന്റ് എടുക്കലാണ് ഏറ്റവും ഇമ്പോർട്ടന്റ്. ദാമ്പത്യ ബന്ധത്തിൽ ഷുഗർ ഉണ്ട് എന്ന് അറിഞ്ഞുകൊണ്ട് നിങ്ങൾ ആരും അതിന്റെ ബാക്കോട്ട് നിൽക്കണമെന്നോ അല്ലെങ്കിൽ രണ്ടുപേരും തമ്മിലുള്ള അറ്റാച്ച്മെന്റ് കുറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ രണ്ടുപേർക്കിടയിൽ ഭയങ്കരമായിട്ട് അകൽച്ച വരിക. ശരിക്കും ഒരു ലൈഫ് മുന്നോട്ട് പോകുമ്പോൾ രണ്ടുപേരും സപ്പോർട്ടോട് കൂടി നല്ലൊരു പാർട്ട്ണർഷിപ്പ് എന്നുള്ളതാണ് നമ്മൾ ഫോക്കസ് ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്കുണ്ടാകുന്ന ഏതൊരു ഇഷ്യൂസും അതിനെ ഫേസ് ചെയ്യാൻ പറ്റണം. ഷുഗർ പൊതുവേ പലർക്കും വരുന്ന സംഭവമാണ്. അതിന് പ്രോപ്പറായി ട്രീറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കും ലൈഫ് എൻജോയ് ചെയ്യാം. അല്ലാതെ നമുക്കുണ്ടാവുന്ന അസുഖത്തിൽ നിന്ന് നമ്മൾ ഒളിച്ചോടാൻ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ അത് ഒളിച്ചോട്ടം തന്നെ മുന്നോട്ട് പോകും. പക്ഷെ ഒരിക്കലും ലൈഫ് എൻജോയ് ചെയ്ത് നിങ്ങൾക്ക് പോകാൻ പറ്റില്ല. അത് നമ്മളെ കൂടെയുള്ള പാർട്ട്ണറോട് നമുക്ക് കൊടുക്കേണ്ട കുറേ ഉത്തരവാദിത്തങ്ങളുണ്ട്. അപ്പോൾ രണ്ടുപേരും പ്രോപ്പറായിട്ട് സംസാരിച്ചിട്ട് ലൈഫ് എങ്ങനെയൊക്കെ നല്ല രീതിയിൽ കൊണ്ടുപോകാൻ പറ്റുമോ അത് കൊണ്ടുപോകാം. ഇത് ഞാൻ പറയുന്ന എൻ്റെ സുഹൃത്തിനെ പോലെ അനുഭവിക്കുന്ന ഒരുപാട് സ്ത്രീകളുണ്ടാവും, അല്ലെങ്കിൽ ഒരുപാട് പുരുഷന്മാരുണ്ടാവും. അപ്പോൾ ഇവർക്കൊക്കെ പിന്നെ ട്രീറ്റ്മെന്റ് അതൊരു സൊല്യൂഷൻ കണ്ടെത്താവുന്ന സംഭവമാണ്. പ്രത്യേകിച്ചും ഇന്നത്തെ കാലത്ത് അത് വലിയൊരു സൊല്യൂഷൻ നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പോൾ എന്തെങ്കിലും സംശയവും കാര്യങ്ങളും ഉണ്ടെങ്കിൽ ഡോക്ടറുടെ നമ്പർ നമ്മൾ സ്ക്രീനിൽ കൊടുക്കുന്നുണ്ട്, അതിൽ നിങ്ങൾക്ക് വിളിച്ച് ചോദിക്കാവുന്നതാണ്. ഓൺലൈനിൽ നിങ്ങൾക്ക് കൺസൾട്ടേഷൻ എടുക്കാവുന്നതാണ്, അല്ലെങ്കിൽ നേരിട്ട് ഡോക്ടറെ കാണാൻ പറ്റുമെങ്കിൽ അങ്ങനെയും ചെയ്യാം. അപ്പോൾ എന്ത് ഉണ്ടെങ്കിലും ഇഷ്യൂസിന് നിങ്ങൾ പരിഹാരം കാണാൻ ശ്രമിക്കുക.
എന്തായാലും ഇതുപോലത്തെ വീഡിയോസ് ആയിട്ട് നമുക്ക് ഉടൻ തന്നെ എത്താം. അതുപോലെ തന്നെ ഈ ഒരു ചാനൽ നിങ്ങൾ ആദ്യമായിട്ട് കാണണമെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. ഇതുപോലത്തെ ഇഷ്യൂസ് നേരിടുന്നവർക്ക് ഈ വീഡിയോ ഷെയർ ചെയ്യാനും മറക്കണ്ട. താങ്ക്